السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം മരിക്കുവോളം കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ 11 ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെയായി വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ 12ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ആരംഭിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. അപ്പോൾ 11ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹാവാസികളുടെ കാതുകൾ അടച്ചു എന്നും അത് ഒരുപാട് വർഷം, നീണ്ട വർഷം കാതുകൾ അടപ്പിച്ചു എന്നിട്ട് അവരെ കിടത്തി ഉറക്കി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് സുമ്മ, അതിനുശേഷം. അറബിയിൽ സുമ്മ എന്ന് ഉപയോഗിക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സുമ്മ, അതിനുശേഷം ബഅസ്നാഹും, നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന്. അപ്പൊ ഉറക്കം എന്തിനോട് സമാനമാണ്? മരണത്തോട് സമാനമാണ്. അതുകൊണ്ടാണ് ബഅസ എന്ന ക്രിയ ഉപയോഗിച്ചത്. ബഅസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാന്ന്. മുശ്രിക്കീങ്ങൾ ബഅസിനെ നിഷേധിച്ചിരുന്നു. എന്തില്ല? ഉയർത്തെഴുന്നേൽപ്പില്ല, മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം അവസാനിച്ചു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു അവരെന്ത് ചെയ്തു? അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലിനഅലമ, അല്ലാഹു പറയും, നാം അറിയുവാൻ വേണ്ടി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ് ജനങ്ങൾക്ക് പ്രകടമാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു എന്ത് ചെയ്തു? അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ് പ്രകടമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല ഈ പറയുന്ന അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ എത്ര വർഷമാണ് താമസിച്ചത്. അന്ന് ആർക്കും അറിയില്ല. അത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് അള്ളാഹു പറയുന്നത് ലിനഅലമ, എന്റെ ഇൽമ ഞാൻ എന്ത് ചെയ്യും? അത് വെളിവാക്കും, അത് ജനങ്ങൾക്കിടയിൽ കാണിച്ചു കൊടുക്കും. അയ്യുൽ ഹിസ്ബൈൻ, ഹിസ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭാഗം എന്ന്. ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ വിഭാഗം. അപ്പൊ ഹിസ്ബ് എന്ന് പറഞ്ഞാൽ വിഭാഗം, ഹിസ്ബൈനി രണ്ട് വിഭാഗം. അയ്യുൽ ഹിസ്ബൈൻ, രണ്ട് വിഭാഗത്തിൽ ഏതാണ് അഹ്സാ, കണക്ക് കൂട്ടുന്നതിൽ ക്ലിപ്തമായി കൃത്യമായി കണക്ക് കൂട്ടിയത്? എന്തിനെ കുറിച്ച് കണക്ക് കൂട്ടിയത്? ലിമാ ലബിസു അമദ, ലിമാ ലബിസു അവർ താമസിച്ചതിനെ പറ്റി. ലിമാ ലബിസു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, അമദൻ കാലം. അവർ എത്ര കാലമാണ് താമസിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായി കണക്ക് കൂട്ടിയത് ഈ രണ്ട് കൂട്ടരിൽ ആരാണ് എന്ന എന്റെ അറിവ് ഞാൻ എന്ത് ചെയ്യും? അത് വെളിവാക്കും. കൃത്യമായ കണക്ക് എന്ത് എന്നുള്ളത് ഞാൻ വെളിവാക്കും. അങ്ങനെ എന്ത് ചെയ്തു? അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന്. അപ്പൊ ഇവിടെ രണ്ട് വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ഗുഹയിൽ താമസിക്കുന്ന ആളുകളും അതേപോലെ തന്നെ പുറമേയുള്ള ആളുകളും ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? സംസാരം ഉണ്ടാകുന്നുണ്ട്. ഗുഹവാസികൾ പറയും അല്ല, ഞങ്ങൾ ഇത്ര വർഷമാണെന്ന് പറയും. അപ്പൊ നാട്ടിലുള്ള ആളുകൾ പറയും അല്ല, നിങ്ങള് അവരുടെ കോയിനൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവരൊരു കണക്ക് പറയും, നിങ്ങൾ കുറെ വർഷമായി എന്ന് പറയും. അപ്പൊ ഇവർ രണ്ടുപേര് തമ്മിൽ എന്ത് ചെയ്യും? അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഞാൻ എന്ത് ചെയ്യാം? ആ കഥ
സത്യസന്ധതയോടുകൂടി ഞാൻ പറഞ്ഞു തരാം എന്ന്. കാരണം ഒരു കഥ കൃത്യമായി സത്യസന്ധതയോടുകൂടി പറഞ്ഞു തരാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു, എന്നിട്ട് ശേഷം പറയാം അത് കൃത്യമായി അറിയുന്നത് എനിക്ക് മാത്രമാണ്. ഞങ്ങൾ, അതായത് ഞാൻ, അള്ളാഹു പറയണം ഞാൻ നഖുസ്സു, ആ കഥ പറയും. ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞാൽ കഥ പറയുക എന്ന. അലൈക നിനക്ക്, നബഅഹും ആരെ കുറിച്ച്? അവരെ കുറിച്ച്. അവരെന്ന് പറയുമ്പോൾ ഇവിടെ ആരാ ഉദ്ദേശം? അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളുടെ വാർത്തയെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എങ്ങനെ പറഞ്ഞു തരും? ബിൽ ഹഖ്, അള്ളാഹു പറയുമ്പോൾ അത് സത്യസന്ധമായ നിലക്കായിരിക്കും. പ്രത്യേകിച്ചും കഥ പറച്ചിലിൽ ആണ് ഏറ്റവും കൂടുതൽ എന്ത് വന്നു ചേരുക? കളവ് വന്നു ചേരുക. അവിടെയാണ് അള്ളാഹ് പറയുന്നത് ഇത് സത്യസന്ധമായ ഖസസാണ്. സത്യസന്ധമായ ഖസസ് എന്ത് വന്നു ചേർന്നിട്ടില്ല? കളവ് വന്നു ചേർന്നിട്ടില്ല. നബ എന്നത്, നബ എന്നാൽ അറബിയിൽ വാർത്ത എന്നാണ് അർത്ഥം. സൂറത്തുൽ നബ എടുത്തപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ എന്താ നമ്മൾ നബയിന് അർത്ഥം പറഞ്ഞത്? സാധാരണയുള്ള വാർത്തയാണോ? നബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പിച്ച വാർത്തയാണ്, പ്രധാനപ്പെട്ട വാർത്ത, പ്രധാനപ്പെട്ട വിഷയം. അതിനെയാണ് നബ എന്ന് പറയുന്നത്. അപ്പൊ നബഅഹും അവരുടെ വമ്പിച്ചമായ പ്രധാനപ്പെട്ട വാർത്തയെ കുറിച്ച് ഞാൻ നിനക്ക് കൃത്യമായി പറഞ്ഞു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇന്നഹും തീർച്ചയായും അവർ, ഫിത്യത്തുൻ ആരാണ്? യുവാക്കളാണ്. ആമനു അവർ വിശ്വസിച്ചു, ബിറബ്ബിഹിം അവരുടെ റബ്ബിൽ വിശ്വസിച്ച യുവാക്കളാണ് അവർ. വസിദ്നാഹും ഹുദ ഞാൻ എന്ത് ചെയ്തു? അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് വർദ്ധിപ്പിക്കും? ഹിദായത്ത് വർദ്ധിപ്പിക്കും. അതായത് ഹിദായത്ത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രശ്നം നടന്നു, ഒരു പുതിയ പ്രശ്നം നടന്നു. ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ഹിദായത്ത് ലഭിച്ചാലേ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ആ തിരഞ്ഞെടുക്കൽ ആരിൽ നിന്ന് ലഭിക്കണം? അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം എന്നുള്ളത്. അപ്പൊ ഹിദായത്ത് എല്ലാ കാലത്തും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ, ചൊവ്വായ മാർഗത്തിൽ റബ്ബേ ഞങ്ങളെ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ സത്യം ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ സത്യം നമ്മൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റബ്ബിനോട് പറയണം, റബ്ബെ എന്ത് ചെയ്യണം? ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണം, ആ ഹിദായത്തിൽ നീ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും വേണം എന്ന അർത്ഥമാണ്. വസിദ്നാഹും നാം അവർക്ക് വർദ്ധിപ്പിച്ചു, ഹുദൻ സന്മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഏതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. നിന്നെ അനുസരിക്കുന്നതിൽ എൻ്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണം? തിരിക്കണം റബ്ബേ എന്ന് പറയുകയാണ്. കാരണം നമ്മൾ എത്ര തന്നെ അറിവുള്ളവരാണെങ്കിലും തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ഹിദായത്ത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മെക്കാളും അറിവുള്ള, നമ്മെക്കാളും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് എന്തും മനസ്സിലായിട്ടില്ല. ഇതുവരെ തൗഹീദ് മനസ്സിലാകാത്ത എത്ര ആളുകൾ, ബുദ്ധിജീവികളായിരിക്കും അവർ. എന്നാലും തൗഹീദ് എന്ന വളരെ അടിസ്ഥാനപരമായ കാര്യം, ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്തിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്ത് ചെയ്യണം? അത് ലഭിക്കണം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കൊടുക്കുക മാത്രമാണ് നമുക്ക് സാധിക്കുക. എപ്പോഴുമാണെങ്കിലും അള്ളാഹു ഇത് എടുത്തു മാറ്റാം. കാരണം നമ്മുടെ ഫضലല്ല, അള്ളാഹുവിന്റെ ഫضലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിദ്അത്ത് ചെയ്യുന്ന, തൗഹീദിനെതിരായ ശിർക്ക് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് പുച്ഛ മനോഭാവമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് അവനോടൊരു നസീഹത്താണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നസീഹത്ത് ഉണ്ടാകണം, ദീനിന്റെ പേരിൽ ഗീറത്ത് ഉണ്ടാകണം, ഒക്കെ ഉണ്ടാകണം. അതല്ലാതെ അവൻ അവഹേളിക്കുകയും കളിയാക്കുകയും അല്ല വേണ്ടത്. കാരണം നമുക്ക് ലഭിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നസീഹത്ത് നമുക്കുണ്ടാകണം. പ്രത്യേകിച്ചും അഹ്ലുൽ ബിദ്അഇനെ കാണുമ്പോൾ, തെറ്റിപ്പോയ ആളുകളെ കാണുമ്പോൾ. അങ്ങനെ നസീഹത്തുള്ളവരാണെങ്കിൽ അവർ ഹക്ക് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യും? അവർ സത്യത്തിൽ നിന്ന് വഴിദൂരം അകന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതാരാ? അലി ഇബ്നു അബീ ത്വാലിബ്.
അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന വ്യക്തിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. സുബ്ഹി നിസ്കാരാനന്തരം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റുള്ള സഹാബാക്കളെയും വധിക്കാൻ വേണ്ടി 3 ആളുകൾ അന്ന് രാത്രി എന്ത് ചെയ്യാനും ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ തീരുമാനമാകുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കും എന്ന് പറയും. എന്നിട്ട് ഫജ്ർ നിസ്കാരാനന്തരം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ തലക്കാണ് എന്ത് ചെയ്യുന്നത്, വെട്ടുന്നത് എന്ന്. ആ വെട്ടിലാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ആസിനോട് പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സദസ് ഒരുക്കി കൊടുക്കണം എന്നാണ്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി സദസ് ഒരുക്കി കൊടുക്കണം. ആർക്ക്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഖുർആൻ പഠിച്ച ആളാണ്. റസൂല് നിങ്ങൾ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ഖുർആൻ ഉൾക്കൊണ്ട ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അദ്ദേഹത്തെ കുറിച്ച് സിയറിൽ ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയുന്നത് കാന മിനൽ ഉബ്ബാദ്, അദ്ദേഹം ആബിദീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു, അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഖുർആൻ മനഃപ്പാടമുള്ള ആളാണ് ആരെ വധിച്ചത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് എന്ന്. ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അദ്ദേഹം ഖവാരിജുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് അദ്ദേഹത്തിന്റെ ആശയം മാറി ഖവാരിജായി മാറിയിട്ടുണ്ട്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന തൗഹീദ് ഇല്ലാത്ത ആളുകളൊന്നല്ല ഖവാരിജുകൾ, തൗഹീദുള്ള ആളുകളാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത ആളുകളാണ് ഖവാരിജുകൾ. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു പല വിഷയങ്ങളിലും അവർക്ക് പിഴവ് സംഭവിച്ചു. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്താൽ പോലും മോൻ ഇസ്ലാം നിന്ന് പുറത്താണെന്ന്, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഹിദായത്ത് നഷ്ടപ്പെട്ടു. ഇസ്ലാമിന്റെ കൂടെ ചില യുദ്ധങ്ങളിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു വ്യക്തി ആബിദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആബിദ് എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ അത്രയും ഇബാദത്ത് ചെയ്യണം. നമ്മൾ ആബിദും അല്ല, ഒന്നുമല്ല. എന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചരിത്രം വായിക്കുമ്പോഴാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴുള്ള സമകാലിക സാഹചര്യവും അതേപോലെയാണ്. എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാം എന്ന രൂപത്തിലാണ് ഫിത്നകൾ നാൾക്കു നാൾ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി, പ്രത്യേകിച്ചും ഈ റമദാനിന്റെ വേളയിൽ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത്. അത് മാത്രമല്ല, ഹിദായത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലഭിക്കുമെന്ന് വിചാരിച്ച ആളുകൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. നമ്മൾ ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഹിദായത്ത് ലഭിക്കുകയും ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും മുസ്ലിം ആവുകയില്ല എന്നാണ് ശത്രുക്കൾ പറഞ്ഞത്. പക്ഷെ ഇസ്ലാമിലെ 2ാമത്തെ ഖലീഫയാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാരമായ പരിക്ക് ബാധിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് ഇസ്ലാമിന് വിജയം ലഭിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുർ റുമാത്തിൽ കുറച്ച് സഹാബികളെ നിർത്തുക. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുത്, ഇവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറങ്ങരുത്, എന്റെ കൽപ്പന എപ്പോഴാണോ വരുന്നത് അപ്പൊ ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, വിജയിച്ചു എന്നത് അവരുടെ ആ ചിത്രത്തിൽ കാണാൻ. അങ്ങനെ ഗനീമത്ത് സ്വത്തെടുക്കാൻ പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ത് ചെയ്യും, ശത്രുക്കൾ ആക്രമിക്കാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലിന് സാരമായ പരിക്ക് ബാധിക്കുന്നു. നബി മുഖത്തുനിന്ന് ചോര എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, തുടച്ചു മാറ്റുന്നുണ്ട്. അത്രയും വേദനിച്ച യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ആ യുദ്ധത്തിൽ നബി അങ്ങനെ വേദനിച്ചപ്പോൾ നബി പറയുന്നുണ്ട്, കൈഫ യുഫ്ലിഹു ഖൗമുൻ, ഈ സമൂഹം എങ്ങനെയാണ് വിജയിക്കുക എന്ന്, ഈ സമൂഹം എങ്ങനെയാണ് നന്നാവുക? അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനെ അവർ വേദനിപ്പിക്കുന്നു, അവർ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹം എങ്ങനെ വിജയിക്കും? അതായത് ഒരു സാധാരണ ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറാണ്, നമ്മെ പോലെയുള്ള ബശറല്ല, അത് ഉറപ്പാണ്. നബിക്ക് എന്തുണ്ട്, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പ്രത്യേകതയുണ്ട്. പക്ഷെ ഒരു ബശർ, ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന അതേ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത്. നബി പറയാണ്, എങ്ങനെയാണ് ഇവര് വിജയിക്കാൻ? ഒരു പ്രവാചകനെ, അതും കാരുണ്യത്തിന്റെ പ്രവാചകനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ആക്രമിച്ചിട്ടുള്ളത് എന്ന്. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്, ലൈസ ലക മിനൽ അംരി ശൈഉൻ, റസൂലേ അവരുടെ ഹിദായത്തിന്റെ വിഷയത്തിൽ നിനക്കെന്തില്ല, ഒരു കൈകാര്യ കർത്തൃത്വവും ഇല്ല. അത് ആരുടെ അടുക്കലാണ്?
അള്ളാഹിന്റെ അടുക്കലാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകളെ ശിക്ഷിക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകും. ഉഹദിൽ അന്നുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലെ തലവന്മാരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. അന്നുണ്ടായിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, ഇക്രിമത്ത് ബിൻ അബീ ജഹലും ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ റസൂലിനോട് അള്ളാഹ് തിരുത്തി കൊടുക്കണം. അങ്ങനെയല്ല റസൂലെ വിഷയം എന്ന് പറയും. ചില റിവായത്തിൽ കാണുന്നുണ്ട്, സഹാബാക്കൾ വന്നിട്ട് റസൂലിനോട് പറയും, അവർക്കെതിരെ ശാപ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, ലഅനത്ത് ചെയ്യണം എന്ന് പറയും. റസൂൽ പറയും, ഞാൻ ലഅനത്ത് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ഞാൻ കാരുണ്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരിക്കലും ചെയ്യൂല, ലഅനത്ത് ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങേയറ്റം നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത, മറന്നു പോകാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പൊ അള്ളാഹു അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അതിന്റെ ഉദ്ദേശം സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് എന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദുനിയാവിൽ നിന്നുള്ള വിരക്തി, ദുനിയാവിനോടുള്ള വിരക്തി, അതും എന്ത് ചെയ്തു, അവരുടെ ജീവിതത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അവർക്ക് ഈമാനിൽ വർധനമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ഹിദായത്ത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഹിദായത്ത് പൂർണ്ണമാവുക. ഒന്ന് അറിവുണ്ടാകണം, മറ്റൊന്ന് അറിവിനനുസരിച്ച് പ്രവർത്തനവും ഉണ്ടാകണം. ഇത് രണ്ടും ഒരുപോലെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുപോലെ സഞ്ചരിക്കണം. ഏതെങ്കിലും ഒന്നിന് കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റും. ഏതെങ്കിലും ഒന്നിന് വർധനവോ കുറവോ സംഭവിക്കാൻ പാടില്ല. രണ്ടും ഒരുപോലെ പോകണം. ഇൽമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തും ഉണ്ടാകണം, അമലുണ്ടാകണം. അമലുണ്ടെങ്കിൽ ആ അമലിന് എന്തുണ്ടാകണം, ഇൽമുണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, വഴിപിഴച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിയ ആളുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട്. പക്ഷെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്, ഇത് രണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ എന്ന്. ദൃഢനിശ്ചയമുള്ള അസ്മുള്ള ആളുകൾക്കാണ് സാധിക്കാറ്. കാരണം ചില ആളുകൾക്ക് ഇൽമുണ്ടാകും, പക്ഷെ അതിനനുസരിച്ച് എന്തുണ്ടാവില്ല, അമലുണ്ടാവില്ല. ചില ആളുകൾ നല്ല അമല് ചെയ്യുന്ന ആളുകളായിരിക്കും, പക്ഷെ പല വിഷയത്തിലും ദീനിന്റെ പല അടിസ്ഥാനങ്ങളിലും അവർക്ക് എന്തുണ്ടാവുകയില്ല, അറിവുണ്ടാവുകയില്ല. അപ്പൊ രണ്ടും എന്ത് ചെയ്യണം, കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഹിദായത്തിന്റെ മാർഗം. അപ്പൊ നമ്മൾ ഇബാദത്തിന് ഉത്സാഹം കാണിക്കുന്നത് പോലെ തന്നെ എന്തിനും ഉത്സാഹം കാണിക്കണം, അറിവ് തേടാനും നമ്മൾ ഉത്സാഹം കാണിക്കണം, അറിവ് അന്വേഷിക്കാനും നമ്മൾ ഉത്സാഹം കാണിക്കണം. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, നീ ഒന്നുകിൽ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാകണം, അതല്ലെങ്കിൽ നീ അറിവ് കേൾക്കുന്ന ആളാകണം. നീ മൂന്നാമതൊരാളായിട്ട് എന്ത് ചെയ്യരുത്, നീ മാറരുത് എന്ന്. അറിവിനെ വെറുക്കുന്ന, അറിവിനോട് താല്പര്യമില്ലാത്ത ഒരാളായി നീ മാറരുത് എന്ന് പറയുന്നുണ്ട്. സൂറത്തു മറിയമിലെ 76-ാമത്തെ ആയത്ത്, വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദൻ വൽബാഖിയാതു സ്സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ മറദ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് സ്വീകരിച്ച ആളുകളുടെ ഹിദായത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫഅമ്മൽ ലദീന ആമനു ഫസാദത്ഹും ഈമാന. വിശ്വസിച്ച ആളുകൾ അവരുടെ ഈമാൻ എന്ത് ചെയ്തു, അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം എന്നിങ്ങനെ ഒരുപാട് ആയത്തുകൾ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് തെളിവാണ് എന്ത്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന് തെളിവാണ്. ചില ആളുകൾ വിശ്വാസം, അഖീദയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ചില കക്ഷികൾ അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയത് ഈ വിഷയത്തിലാണ്. ചില ആളുകൾ പറഞ്ഞു ഈമാൻ കൂടുകയുമില്ല കുറയുകയുമില്ല എന്നെന്ത് ചെയ്തു, ചില ആളുകൾ പറഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്താലും എന്തില്ല, ഈമാൻ കുറയാൻ പോകുന്നില്ല എന്നുള്ള വളരെ അപകടം പിടിച്ച വാദം. എന്നാൽ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന. ഇനി അടുത്ത ആയത്ത്, وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ لَن نَّدْعُوَ مِن دُونِهِ إِلَٰهًا لَقَدْ قُلْنَا إِذًا شَطَطًا وَرَبَطْنَا عَلَى قُلُوبِهِمْ. റബത്ന, നാം അവരുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയെന്ന്. നാം അവരുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകി, ഉറപ്പ് നൽകി, ക്ഷമിക്കാനുള്ള കഴിവ് നാം അവരുടെ ഹൃദയത്തിന് നൽകി എന്ന്. അതാണ് റബത്ന അല
ഖുലൂബിഹിം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്? സ്ഥൈര്യം, ഹൃദയത്തിന് ഉറപ്പുണ്ടാവുക എന്നത്. പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിച്ച കാര്യത്തിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് എന്ത് വേണം? ഉറപ്പ് വേണം. ഹൃദയത്തിന് സ്ഥിരതയും അള്ളാഹുവിന്റെ സ്ഥൈര്യവും ഉണ്ടാകണം. എന്നാലേ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര ആളുകളുണ്ട് സത്യം മനസ്സിലായിട്ടുണ്ടാകും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ സത്യം തുറന്നു പറയാൻ പറ്റുന്നില്ല. ഹൃദയത്തിന് എന്തില്ല? ഒരു റബ്ബത്ത് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട്. അപ്പൊ അള്ളാഹു അവരുടെ ഹൃദയത്തിന് സ്ഥിരത നൽകി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, അവരുടെ സമൂഹത്തിനെതിരെ എന്ത് ചെയ്തു? നിലകൊണ്ടു. അവരുടെ സമൂഹത്തിനെതിരെ നിലകൊണ്ടു. അതായത് പ്രവാചകന്മാരുടെ സുന്നത്തുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും സമൂഹത്തിനെതിരെ നിന്ന ആളുകളാണ്. സമൂഹത്തിന് എതിരെ നിന്ന ആളുകളാണ് സത്യത്തിന്റെ ആളുകൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. സമൂഹം ഒരു ദിശയിൽ ചലിക്കും, ഒരു ദിശയിൽ സഞ്ചരിക്കും. എന്നാൽ ഈ പറയുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും വേറൊരു ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവും. അതിനർത്ഥം സമൂഹത്തിന്റെ പൾസറിയാതെ ജീവിക്കുന്നു എന്നല്ല. മറിച്ച് ഏതാണോ സത്യം ആ സത്യത്തിന്റെ കൂടെ നിന്നെന്ത് ചെയ്യും? മുന്നോട്ട് പോകും. പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ അതിൽ അവർ അനുഭവിക്കും. അതൊന്നും അവർ വിഷയമാക്കുകയില്ല. കാരണം കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായ അതേ പരീക്ഷണം ആർക്കും ഉണ്ടാകും, ഈ പറയുന്ന ആളുകൾക്കും ഉണ്ടാകും. കാരണം ആരുടെ സുന്നത്താ സ്വീകരിക്കുന്നത്? പ്രവാചകന്മാരുടെ സുന്നത്താണ് സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട്. അപ്പൊ ഒന്നാമത്തേത് അവരുടെ കൗമിനെതിരെ അവർ നിലകൊണ്ടു. രണ്ടാമത്തേത് അവർ പോകുന്നത് ഗുഹയിലേക്കാണ്. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നല്ല പ്രയാസം സഹിക്കേണ്ടി വരും. അപ്പൊ ഈ രണ്ട് വിഷയത്തിലാണ് അള്ളാഹു എന്ത് ചെയ്തത്? അവരുടെ ഹൃദയത്തിന് സ്ഥിരത നൽകിയത് എന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സത്യം അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ ആ സത്യത്തിൽ അടിയുറപ്പിച്ച് നിർത്തണം, മനസ്സിന് സ്ഥിരത നൽകണം, സ്ഥൈര്യം നൽകണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇവിടെ മറ്റൊരു വിഷയം എന്നുള്ളത്, ഈ പറയുന്ന അസ്ഹാബുൽ കഹ്ഫിലുള്ള ആളുകൾ, അവരെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് അന്നഹും കാനൂ മിൻ അബ്നാഇ മുലൂകിർ റൂം വസാദാതിഹിം. റോമിലെ പ്രബുദ്ധരായ ഉന്നതന്മാരായ ആളുകളുടെ മക്കളാണ് ആര്? ഈ പറയുന്ന ആളുകൾ. പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആളുകൾക്ക് ഹക്ക് സ്വീകരിക്കാൻ വളരെ പ്രയാസമായിരിക്കും, വളരെ പ്രയാസമായിരിക്കും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അബൂ സുഫിയാനിന് വല്ലാതെ വിറളി പിടിക്കുന്നുണ്ട്. കാരണം അബൂ സുഫിയാൻ എന്ന് പറയുന്നത് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലെ നേതാവാണ്. ആ നേതാവിന്റെ മകളാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ സുഫിയാൻ എല്ലാ രൂപത്തിലും എല്ലാ അടവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മകളെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. ഒറ്റക്ക്, അതായത് ഭർത്താവിനെയും കൂട്ടി ഹിജറ പോകാൻ അബൂ സുഫിയാന്റെ മകൾ. കാരണം കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റൂല. അബൂ സുഫിയാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹിദായത്ത് നഷ്ടപ്പെടും. അപ്പൊ ആ ഹിദായത്തിന് വേണ്ടി നാട് വിടുന്നു. ആ നാട് വിടുന്ന സമയത്താണ് ഇസ്ലാമിലെ ഒന്നാമത്തെ അബുസീനിയയിലേക്കുള്ള പലായനം നടക്കുന്നത്. അങ്ങനെ അബുസീനിയയിലേക്ക് പോകും. അവിടെ പോയി കുറച്ചൊക്കെ സമാധാനം ലഭിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് സ്വന്തം ഭർത്താവ് മതം മാറും. പിന്നെയും പ്രയാസം. ഒന്നുകിൽ ഭർത്താവിന്റെ കൂടെ, അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെ, അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് കഴിയണം. 3 സാധ്യതകൾ. 2 തിരഞ്ഞെടുത്താലും ഹിദായത്ത് നഷ്ടാകും. 2 എന്ത് ചെയ്തു? ഒഴിവാക്കി. ഒറ്റയ്ക്ക് അബുസീനിയയിൽ താമസിച്ചു. പിന്നീട് ഉണ്ടായത് എന്താ? കല്യാണം കഴിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അതാണ്, നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അതിന് 10 മടങ്ങ് എന്ത് ചെയ്യും? നമുക്ക് നൽകും. പക്ഷെ സത്യസന്ധത ഉണ്ടാകണം. നമ്മൾ ഒഴിവാക്കുന്നത് ആർക്ക് വേണ്ടി മാത്രമാകണം? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം. എങ്കിൽ അള്ളാഹു ഉറപ്പായിട്ട് എന്ത് ചെയ്യും? പകരം നൽകും എന്നുള്ളത്. കാരണം ചരിത്രം അതിന് സാക്ഷിയാണ്. സഹാബാക്കളുടെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നുള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഖസസിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ, وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. അതായത് മൂസാ നബിയുടെ ഉമ്മയുടെ മനസ്സ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥായി. എന്തുകൊണ്ടാണ് അസ്വസ്ഥായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മൂസ എന്ന കുട്ടി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? കടലിൽ ഒഴുക്കിവിടുകയാണ്. അപ്പൊ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി. ആ അസ്വസ്ഥതയിൽ നിന്ന് ഉമ്മാക്ക് സമാധാനം ലഭിച്ചത് എങ്ങനെ? അള്ളാഹ് പറയാണ്, ലൗല അർറബത്നാ അലാ ഖൽബിഹാ. നാം എങ്ങാനും മൂസാ നബിയുടെ ഉമ്മയുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ എന്നുള്ള പറയും. അള്ളാഹ് എന്ത് ചെയ്തു? ഒരു സ്ഥിരത കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? പിടിച്ചു നിന്നത്.
അല്ലെങ്കിൽ മൂസാ നബിയുടെ ഉമ്മ എല്ലാവരോടും പറയുമായിരുന്നു, എന്റെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണെങ്കിൽ രഹസ്യം പിടിച്ചു വെക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസം. എന്നാ അള്ളാഹ് എന്ത് ചെയ്തു, അവിടെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആരോടും ഒന്നും പറയാതെ അത് പിടിച്ചു വെച്ചു. പിന്നീട് വീണ്ടും എന്ത് ചെയ്തു, മൂസാ നബിയുടെ ഉമ്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്യാണ്, എത്തിക്കുക. അത് അള്ളാഹിന്റെ ഖദറാണ്. അള്ളാഹുവിന്റെ ഖദർ എന്ത് ചെയ്യും, അത് അതേ രൂപത്തിൽ നടക്കും. ഇനി എത്ര വലിയ അക്രമകാരിയാണ് രാജാവെങ്കിലും ശരി, അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ ഖദറാണ് അവിടെ നടപ്പിൽ വരുത്താണ്. എന്നിട്ട് നോക്കി, അള്ളാഹു അവരുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തി. അപ്പൊ എന്തുണ്ടായത്, ഖാമു, അവർ എഴുന്നേറ്റ് നിന്നു എന്നാണ്. എന്തിന്റെ പേരിൽ, അസത്യത്തിനെതിരെ അവർ എഴുന്നേറ്റ് നിന്നു. ആ എഴുന്നേറ്റ് നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അള്ളാഹു അവർക്ക് കൊടുത്ത സ്ഥിരതയാണ്. എന്നിട്ട് അവർ പറയുന്ന എന്താ, ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ റബ്ബ് ആകാശ ഭൂമികളുടെ റബ്ബാണ്. ലൻ നദ്ഉ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ, ഇലാഹൻ, ഒരാളെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹിനെ മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് അവർ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രാജാവിന്റെ അടുക്കൽ പോകുന്നു, രാജാവ് എന്ത് ചെയ്യുന്നു, അവരോട് ചോദിക്കുന്നു. ചില റിപ്പോർട്ടുകളിൽ അവരെ പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു. ആ സമയത്ത് അവർ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണെന്ത്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ. അപ്പൊ അത് പ്രതാപമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവർ പറയാം, ലഖദ് ഖുൽനാ ഇദൻ ശതത, ലഖദ് ഖുൽനാ, തീർച്ചയായും നമ്മളത് പറഞ്ഞു. ഇനി അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലോ, ഇദൻ ശതത, നമ്മൾ ഹക്കിൽ നിന്ന്, ഷത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലൻ അലീമൻ അനിൽ ഹക്ക്, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുക എന്ന്. അപ്പൊ അത് പറയുക എന്നതാണ് സത്യത്തിന്റെ മാർഗം. അത് പറയാതിരിക്കുക എന്നുള്ളതോ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച അസത്യത്തിന്റെ മാർഗമാണത് എന്ന് അവര് തന്നെ പ്രഖ്യാപിക്കാം. അവരിവിടെ പറയുന്ന എന്താ, ലന്നദുഅ എന്ന, ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന്. ലന്ന് എന്നത് മുസ്തഖ്ബലിൽ വരാനിരിക്കുന്ന കാലത്തിന്റെ നിഷേധത്തെയാണ് ലെന്ന് അറിയിക്കുന്നത്. ഒരിക്കലും ചെയ്യുകയില്ല, ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല എന്നവർ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. അതാണ് 14-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്ത്, ഹൗലാഇ ഖൗമുന ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ فمن أظلم ممن افترى على الله كذبا. ഹൗലാഇ, അക്കൂട്ടർ. അപ്പൊ ഇപ്പോ ഇവിടെ ആരെ കുറിച്ച് പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ അസ്ഹാബുൽ കഹ്ഫിൽ നിലനിന്നിരുന്ന, അവർ താമസിച്ചിരുന്ന നാട്ടിലെ ആളുകളുടെ വിശ്വാസം എന്താണ് എന്ന് വിവരിക്കാൻ, ഹൗലാഹി, അവർ, ഖൗമുന, നമ്മുടെ സമുദായമായ ആ വിഭാഗം ആളുകൾ, ഇത്തഖദൂ, അവർ സ്വീകരിച്ചു, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ സ്വീകരിച്ചു, മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ, ആലിഹതൻ, ഒരുപാട് ഇലാഹുകളെ, അവർ ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ലൗലാ യഅ്തൂൻ, അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ, യഅ്തൂന അലൈഹിം, അവർ അതാ യഅ്തി, യഅ്തൂന പറഞ്ഞ കൊണ്ടുവരിക, അലൈഹിം ബിസുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാല് തെളിവ്, ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ്. അവർ ചെയ്യുന്നതിന് അവർ വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയും. അതായത് അവർക്ക് എന്തില്ല, തെളിവ് ഇല്ല എന്നതാണ്. അവർക്ക് യാതൊരു തെളിവുമില്ല. അത് മാത്രമല്ല, ഇവിടെ പ്രയോഗിച്ച വ്യക്തമായ തെളിവ് എന്ന, പലപ്പോഴും അള്ളാഹുവെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കാറുണ്ടോ? ഇല്ല. അവർ കൊണ്ടുവരുന്ന തെളിവുകൾ പലപ്പോഴും ശുബ്ഹത്തുകൾ നിറഞ്ഞതാണ്, ശുബ്ഹത്തുകൾ, സംശയം നിറഞ്ഞതാണ്. എവിടെയെങ്കിലും എന്തുണ്ടാകും, ഒരു ദുർവ്യാഖ്യാനം അവരുടെ വക ഉണ്ടാകും, അല്ലെങ്കിൽ ഹദീസ് ദുർബലമായിരിക്കും, അല്ലെങ്കിൽ ഹദീസ് ഉണ്ടാക്കിയതായിരിക്കും. ഇനി വ്യക്തമായ നിലക്ക് ഒരു ഹദീസും ഒരു ആയത്തും കാണിക്കാൻ പറ്റും ആർക്കെങ്കിലും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷത്തിൽ ഇബ്രാഹിം നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു, വിഷയം കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളത്. വ്യക്തമായ തെളിവ് എന്ന് പറയുന്ന ഒന്ന് ഇവരുടെ അടുക്കലില്ല. അതാണ് അസ്ഹാബുൽ കഹ്ഫ് പറഞ്ഞത്, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവർ വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിരുന്നെങ്കിൽ. അതെന്ത് ചെയ്യൂല, അവർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന്. അത് ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ.
ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വ്യക്തമായ തെളിവ് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഒരു സാധാരണക്കാരൻ പലപ്പോഴും തൗഹീദിനെ കുറിച്ച് ഒരു ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഖുർആനും സുന്നത്തും വെച്ചിട്ടാ സംസാരിക്കുക. ഖുർആനിൽ ഇന്നത് പറയുന്നുണ്ടല്ലോ, ഹദീസിൽ ഇന്നത് പറയുന്നുണ്ടല്ലോ, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആളുകൾ എങ്ങനെ സംസാരിക്കാം? ഖുർആനും ഹദീസും ടച്ച് ചെയ്യേയില്ല. മറിച്ച് ഇന്ന പണ്ഡിതൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇമാം സുബുക്കി ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനും ഹദീസും പറയുമ്പോൾ അതവരെന്ത് ചെയ്യൂല, മൈൻഡേ ചെയ്യൂല. പ്രത്യേകിച്ചും അവരുടെ കൂട്ടത്തിലെ പഠിച്ച ആളുകൾ, അക്ഷനി അങ്ങനെയുള്ള ബിരുദമൊക്കെ നേടിയ ആളുകളോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഖുർആനും ഹദീസും അറിയുകയേ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അവരെപ്പോഴും എന്ത് ചെയ്യും, ഒരുപാട് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഖുർആനിൽ അത്ര വ്യക്തമായ ആയത്തുകളുണ്ട്. പ്രാർത്ഥിക്കാൻ പാടില്ല, തേടാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒക്കെ ഉണ്ടായിട്ട് കൂടി അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശുഭഹത്തുകൾ, സംശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പഠിപ്പിക്കുന്ന ആളുകൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അവിടെയാണ് വ്യക്തമായി ഖുർആനിൽ തൗഹീദിന്റെ ആയത്ത് കാണുമ്പോൾ ഇത് തൗഹീദിനെ കുറിക്കുന്നതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നിലനിർത്തുമാറാകട്ടെ. എന്നിട്ട് പറയാം, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ. ഫമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമകാരി? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചവരല്ലാതെ, കളവ് കെട്ടിച്ചമച്ചവരെക്കാൾ ആരാണ് ഏറ്റവും വലിയ അക്രമകാരി എന്ന്. അള്ളാന്റെ മേലുള്ള കളവാണ്. അള്ളാന്റെ മേലുള്ള കളവാണ് എന്ത്, ഇവര് അള്ളാന്റെ മേൽ കെട്ടിവെക്കുന്നത്. അതായത് അള്ളാഹുവിന് എന്തുണ്ട്, ചില സഹായികളുണ്ട്, അള്ളാഹുവിലേക്ക് എത്താൻ ചില ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലില്ല. അതാണ് ഏറ്റവും വലിയ കളവ് എന്ന് പറയാൻ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ. ഇനി അടുത്ത ആയത്ത്, وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُمْ مِنْ رَحْمَتِهِ وَيُهَيِّئْ لَكُمْ مِنْ أَمْرِكُمْ مِرْفَقًا. وَإِذِ اعْتَزَلْتُمُوهُمْ. അപ്പൊ അവിടെ ഇഅ്തസല, എന്താ ഇഅ്തസല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്ലത്ത് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. വഇദി ഇഅ്തസൽതുമൂഹും, നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം, അകന്നു നിൽക്കണം. ഇത് അസ്ഹാബുൽ കഹ്ഫ് പരസ്പരം സംസാരിക്കണം. അവർ പരസ്പരം സംസാരിക്കാണ്. അവരിലെ നേതാവ് അവരോട് പറയുകയും നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. നിങ്ങൾ വിട്ടു നിൽക്കണം. ആരെ തൊട്ട്? ഹും, അവരെ തൊട്ട്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ തൊട്ട് നിങ്ങൾ വിട്ടു നിൽക്കണം. അത് മാത്രം പോരാ, വമാ യഅ്ബുദൂൻ, അവർ ആരാധിക്കുന്നതിനെ തൊട്ടും വിട്ടു നിൽക്കണം. ആരെയാണ് അവർ ആരാധിക്കുന്നത്? വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ഇവർ ആരെയെല്ലാമാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരെ തൊട്ടും അവരുടെ വിഗ്രഹങ്ങളെ തൊട്ടും ആ ആളുകളെ തൊട്ടും എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. അപ്പൊ ബിദ്അത്തിൽ നിന്ന് അകന്നു നിൽക്കണം. ബിദ്അത്തിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രം പോരാ, ബിദ്അത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്നും എന്ത് ചെയ്യണം, അകന്നു നിൽക്കണം എന്ന് പറയും. എന്നിട്ട് ഫഅ്വൂ, നിങ്ങൾ എന്ത് ചെയ്യണം, അഭയം പ്രാപിച്ചു പോകണം. എവിടേക്ക്? ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. എങ്കിലോ യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി, അവന്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലമായി നൽകുന്ന, യൻഷുർ എന്ന് പറഞ്ഞാൽ വിശാലമായി നൽകുക, ലക്കും നിങ്ങൾക്ക്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, മിൻ റഹ്മതിഹി അവന്റെ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ ഒന്നാമത്തേത്, അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സഞ്ചരിക്കാൻ, അള്ളാഹിന്റെ മാർഗത്തിൽ അവർ പുറപ്പെടാണ്. അവർക്കുള്ള പ്രതീക്ഷ നോക്കി അവർ പറയണം, അള്ളാഹ് ദൈവം വിശാലമാക്കി തരും, അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് വിശാലമായത് അള്ളാഹു നൽകും എന്ന് പറയാം. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ, സത്യത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ശത്രുപക്ഷത്ത് എത്ര ആളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമുക്കൊരു ഭയപ്പാടോ ഒരു പ്രയാസമോ ഒരു വേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന്. കാരണം നമ്മൾ ആരുടെ കൂടെയാണ് നിലകൊള്ളുന്നത്? അള്ളാഹിന്റെ കൂടെയാണ് നിലകൊള്ളുന്നത്. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹ് ദൈവം നിങ്ങളെ സഹായിക്കും എന്നത്, അത് അള്ളാഹിന്റെ വാഗ്ദാനം.
അപ്പൊ അള്ളാഹുവിന്റെ ഹക്കിൽ നമ്മൾ നിലകൊള്ളുന്നുവെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പൊ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാജാവ് ആളെ പറഞ്ഞയക്കുന്നുണ്ട് ഇവരുടെ അവസ്ഥ എന്ത് എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ഒരു വാർത്തയും എന്ത് ചെയ്യുന്നില്ല, രാജാവിന് ലഭിക്കുന്നില്ല എന്ന്. കാരണം രാജാവിനെ കണ്ടുമുട്ടിയിട്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാൻ പോകുന്നത്. ഇത് രാജാവിനെ കണ്ടതിന് ശേഷമുള്ള സംഭാഷണം. അപ്പൊ ഇവര് രാജാവ് പിൻപറ്റുന്നു, രാജാവിന്റെ സൈന്യം പിൻപറ്റുന്നു, ഇവരെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് അള്ളാഹു എന്ത് ചെയ്തതാണ്? ഇവരെ മറപ്പിച്ചതാണ് എന്ന്. ഏതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജ്റയുടെ വേളയിൽ ശത്രുക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവരെ കാണാൻ സാധിക്കുന്നില്ല എന്നത്. അവരെ ഒരു നിലക്കും കാണാൻ സാധിക്കുന്നില്ല. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൗ അന്ന അഹദഹും നദറ ഇലാ മൗളിഇ ഖദമൈഹി ലഅബ്സറനാ. അവര് അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അവരെങ്ങാനും അവരുടെ കാൽപാദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും റസൂലെ, നമ്മളെ കാണും എന്നാണ്. ഉറപ്പിച്ചു പറയണില്ല, അബ്സറന നോക്കിയോ കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ അബൂബക്കർ, ഓ അബൂബക്കറെ, മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഓ അബൂബക്കറെ, നമ്മൾ രണ്ടാൾ കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹു മൂന്നാമനായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ പിന്നെ എന്തിനു നീ ഭയപ്പെടണം അബൂബക്കർ എന്ന് ചോദിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനം എത്രയായിരിക്കും? ശത്രു കണ്ടു എന്ന് ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനാണ്. അതാണ് തൗഹീദ് ഒരാൾക്ക് നൽകുന്ന സമാധാനം. എന്ത് നഷ്ടപ്പെട്ടാലും ഇല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബ് എൻ്റെ ജീവിത അവസാനം വരെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെക്കാളും സുന്ദരമായ ജീവിതം വേറെ ഇല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതായത് ഈ ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമല്ലോ, നമുക്ക് ഉറപ്പല്ലേ ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത്, നമുക്ക് ഉറപ്പാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു നന്മയിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അതായത് ഒരു ട്രെയിൻ ഓടിക്കുന്ന ആ വ്യക്തിയോടുള്ള യക്കീൻ, ആ യക്കീന് പോലും പലപ്പോഴും നമുക്ക് അള്ളാഹിന്റെ വിഷയത്തിൽ പല സന്ദർഭത്തിലും ഉണ്ടാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ജീവിതം ചിലപ്പോൾ ആകെ എന്ത് ചെയ്യും, ട്രാക്കൊക്കെ തെറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാലും ഇല്ല, എൻ്റെ റബ്ബാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ജീവിതം കൊണ്ടു നടക്കുന്നുള്ളത്. ഇതുവരെ എൻ്റെ റബ്ബാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. റബ്ബ് എന്ത് ചെയ്യൂല, ഒരിക്കലും എന്നെ വഴിതെറ്റിക്കുകയില്ല എന്ന ഹുസ്നു തന്നെ എപ്പോഴും അള്ളാഹിനെ കുറിച്ചുണ്ടാകും. അള്ളാഹിനെ കുറിച്ച് ജീവിതത്തിൽ എന്ത് പ്രയാസം നേരിട്ടാലും ശരി, അള്ളാഹിനെ കുറിച്ച് നല്ലതേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ മരണപ്പെടരുത് എന്ന്. കാരണം ചിലപ്പോൾ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യും, മനുഷ്യനെ അങ്ങനെ വിചാരിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, എന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്ന് എടുത്തു പറയാൻ കാരണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, എന്തുണ്ടായാലും ഹസ്നുൽ തന്നെ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹിനെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട് എങ്കിൽ പല കാര്യങ്ങളും പോസിറ്റീവായി മാറും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്, അള്ളാഹു പറഞ്ഞു എന്ന, എന്നെ കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അവൻ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവന് നല്ലതാണ് ലഭിക്കുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം വിചാരിക്കുക. അങ്ങനെ ജീവിതം നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, ഷിർക്കിൽ നിന്നും വിട്ടു നിൽക്കണം, ഷിർക്കിന്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കണം. രണ്ടാമത്തേത്, ദീനിന്റെ വിഷയത്തിലുള്ള ദൃഢമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അവരവിടെ ഞങ്ങൾ തൗഹീദ് സ്വീകരിക്കുന്നു എന്ന് തീരുമാനിച്ചു, എന്നിട്ട് അവിടെ നിന്നോ ഇല്ല, ഈ ദീന് സംരക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ നാട്ടിൽ നിന്നാൽ അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നാടുകൂട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ ദൃഢമായ തീരുമാനമെടുക്കാൻ സാധിക്കണം. മൂന്നാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിച്ചു കൊണ്ടേയിരിക്കണം. എവിടെ, ഈ പറയുന്ന അസ്ഹാബുൽ കഹ്ഫ് എന്ത് ചെയ്തു, നല്ലത് വിചാരിച്ചു. അള്ളാഹ് എന്ത് ചെയ്യും, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരും എന്ന് അവർ വിചാരിക്കാൻ. അത് മാത്രല്ല, അവൻ നിങ്ങൾക്ക് ഒരുക്കി തരും, മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ,
മിർഫഖൻ, നിങ്ങൾക്ക് എന്താണോ ജീവിക്കാൻ വേണ്ടി ആ ഗുഹയിൽ ആവശ്യമായിട്ടുള്ളത് അതെന്ത് ചെയ്യും, അള്ളാഹു ഒരുക്കി തരും എന്ന് പറയാം. മിർഫഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതോപാധിയാണ്. എന്തൊക്കെയാണോ ജീവിക്കാൻ വേണ്ടത് അതിനെയാണ് മിർഫഖൻ എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ ഗുഹയിൽ അവരെ താമസിപ്പിച്ചത് എന്ന് പറയാം. അവരെങ്ങനെയാണ് അള്ളാഹു എങ്ങനെയാണ് അവന്റെ റഹ്മത്ത് അവർക്ക് ഇറക്കി കൊടുത്തത് എന്ന് പറയുന്നു. وَتَرَى الشَّمْسَ إِذَا طَلَعَتْ تَزَاوَرُ عَنْ كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْ ذَلِكَ مِنْ آيَاتِ اللَّهِ مَنْ يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَنْ يُضْلِلْ فَلَنْ تَجِدَ لَهُ وَلِيًّا مُرْشِدًا. ഒന്നാമത്തേത് വതറ ശംസ, നിനക്ക് സൂര്യനെ കാണാൻ സാധിക്കും. ഇദാ ത്വലഅത്, അത് ഉദിച്ചു കഴിഞ്ഞാൽ, തസാവറു, തെറ്റുന്നു, അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെ തൊട്ട്, ദാത്തൽ യമീൻ, അപ്പൊ ഉദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് തെറ്റിയിട്ടാണ് നിൽക്കാനാണ്. അവരുടെ നേരെയല്ല നിൽക്കുക, വലതു പക്ഷത്താണ്, വലതു ഭാഗത്താണ്. ഗുഹയുടെ വലതു ഭാഗത്ത് ആരുണ്ടാവും, സൂര്യൻ ഉണ്ടാവും. എന്നാ ഇദാ ഗറബത്, അത് അസ്തമിച്ചാലോ, തഖ്രിദുഹും, അത് അകന്നു പോകും, ദാത ശിമാൽ, ആ ഗുഹയുടെ ഇടത്തെ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പൊ ഗുഹക്ക് നേരെയായിട്ട് എന്ത് ചെയ്യൂല, ഈ സൂര്യൻ നിലകൊള്ളുകയില്ല എന്ന്. കാരണം സൂര്യൻ അങ്ങനെ ഇവർക്ക് നേരെ സൂര്യന്റെ രശ്മികൾ ഏൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അവരുടെ ശരീരത്തിന് കോട്ടം തട്ടിക്കുന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രൂപത്തിലുള്ള ഒരു വെളിച്ചം അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ്. വൈകുന്നേരം മാത്രം ചെറിയൊരു വെളിച്ചം എത്തുന്നുണ്ട്. അപ്പൊ ഇത് അവർക്ക് അള്ളാഹു ഒരുക്കി കൊടുത്ത കറാമത്താണ്. അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത കറാമത്താണ്. ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, സൂര്യൻ അവരെ സ്പർശിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. എന്നിട്ടോ വഹും, അവരാകട്ടെ, ഫീ ഫജ്വത്തിൻ മിൻഹു, ഫജ്വത്ത് എന്ന് പറഞ്ഞ വിശാലമായ സ്ഥലം, മിൻഹു, ആ ഗുഹയിലുള്ള വിശാലമായ സ്ഥലത്താണ് അവർ കിടന്നുറങ്ങുന്നത്. സ്ഥലം ഇടുങ്ങിയാൽ എന്ത് ചെയ്യും, അത് പ്രയാസമായി മാറും, അത് അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ വിശാലമാണെങ്കിലോ സമാധാനം ഉണ്ടാകും. നല്ല വിശാലമാണ്. ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അവിടെ ഈ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിടത്ത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അത് എന്തായാലും എന്ത് ചെയ്യുന്നില്ല, തഫ്സീറിനെ ബാധിക്കുന്ന വിഷയമല്ല. ഐല എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ നീനവ, റൂം, ബൽഖ, ഇങ്ങനെ പല അഭിപ്രായങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആ സ്ഥലം അത്ര പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രതിപാദിക്കാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മാ തറക്തു ഷൈഅൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനൻ നാർ ഇല്ലാ വഖദ് അഅലംതുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. അപ്പൊ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ വിദേഹത്തുകൾ എന്തെല്ലാം, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതല്ല. സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നെങ്കിൽ ആര് പറഞ്ഞു തരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹു നമുക്ക് പറഞ്ഞു തരണം. നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് മാത്രല്ല, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ നിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദീൻ എന്താണ്, പൂർണ്ണമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാം, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അള്ളാഹു ആർക്കാണോ ഹിദായത്ത് നൽകുന്നത് അവൻ ഹിദായത്ത് പ്രാപിച്ചവൻ, അവൻ എന്ത് ചെയ്യും, സന്മാർഗം ലഭിക്കും. എന്നാൽ അള്ളാഹു ആരെയാണോ വഴിപിഴപ്പിക്കുന്നത്, ഫലൻ തജിദ ലഹു, നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല, വലിയ മുർഷിദ, അവനെ വഴി നടത്തുന്ന ഒരു സഹായിയെ നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന്. അപ്പൊ അള്ളാഹു ഹിദായത്തിലാക്കിയവൻ ഹിദായത്ത്, അള്ളാഹു ഹിദായത്ത് കൊടുക്കാത്തവന് വലാലത്താണ് എന്ന്. അള്ളാഹു നീതിമാൻ, അള്ളാഹു എന്ത് ചെയ്യൂല, ഒരിക്കലും ഒരാളെയും അനീതിയോടുകൂടി ഒരു നിലക്കും ഒരു തരിമ്പ് അനീതി പോലും അള്ളാഹിന്റെ അടുക്കൽ ഉണ്ടാകൂല എന്ന്. അതാണ് അള്ളാഹു ഖിയാമത്ത് നാളിൽ പറയുന്നത്, ലാ ദുൽമൽ യൗം, ഇന്നേ ദിവസമില്ല ഒരു അക്രമവും ഇല്ല എന്ന്, ഒരു അനീതിയും ഇന്നേ ദിവസമില്ല, വളരെ നീതിയുക്തമായിട്ടായിരിക്കും ഇന്ന് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ വിഷയത്തിൽ നടപ്പിൽ വരുത്താൻ. എപ്പോഴാണ് മഹ്ദി കടന്നു വരിക, ഖിയാമത്ത് നാളിന്റെ അടയാളമായി മഹ്ദി കടന്നു വരും. എപ്പോഴാണ് കടന്നു വരുന്നത്, ദുനിയാവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും,
ഫുൾ അനീതിയായിരിക്കുന്നു, എല്ലാ നിലക്കും അനീതിയായിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. നീതി എന്ന് പറയുന്ന ഒരു സംഭവം നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ്. നീതിയോടുകൂടി പറയുകയാണെങ്കിൽ അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. നീതി ഒന്നുമില്ല. എന്താ നടപ്പിൽ വരുത്തുന്നതൊക്കെ എന്താ? അനീതിയാണ്. പല നിയമങ്ങളും അനീതിയോട് കൂടിയിട്ടാണ് നടപ്പിൽ വരുത്തുന്നത്. ആ സന്ദർഭത്തിലാണ് ആര് കടന്നു വരിക? മഹ്ദി കടന്നു വരിക. എത്ര ആൾക്കാരാണ് മരണപ്പെടുന്നത്? എന്തെങ്കിലും നീതി ആ വിഷയത്തിലുണ്ടോ? എത്ര ആളുകൾ കൊല ചെയ്യപ്പെടുന്നു? എത്ര ആളുകൾ അന്യായമായി കേസിൽ കൊടുക്കപ്പെടുന്നു ഒന്നും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ? എത്ര വർഷം അവർ തടവിൽ കഴിയേണ്ടി വരുന്നു? ഒക്കെ അനീതിയാണ്. ഇങ്ങനെ അനീതി ഭൂമിയിൽ പ്രചരിച്ച് ആ അനീതി വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ അനീതിയാണ് നടക്കാന്ന്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആര് കടന്നു വരും? ഈ പറയുന്ന മഹ്ദി കടന്നു വരുന്നു. അതിലൊരു ഹദീസിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ റോമക്കാരോട് യുദ്ധം ചെയ്യുന്നു, നിങ്ങൾ റോമക്കാരോട് സുൽഹിൽ ഏർപ്പെടുന്ന, റോമക്കാരോട് നിങ്ങൾ സന്ധിയിൽ ഏർപ്പെടുന്നു. റോമക്കാരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളും നസ്രാനികളും. യഹൂദികളോടും നസ്രാനികളോടും ആര് സന്ധിയിൽ ഏർപ്പെടും? മുസ്ലിമീങ്ങൾ സന്ധിയിൽ ഏർപ്പെടുന്നു. ആർക്കെതിരെ? ഇവരെല്ലാ ആളുകളുടെയും ഒരു പൊതുശത്രു ഉണ്ടാവും. ആ പൊതുശത്രുവിനെതിരെയാണ് എന്ത് ചെയ്യുക? സന്ധിയിൽ ഈ പറയുന്ന യഹൂദികളോടും നസ്രാനികളോടും ആര് ചേരും? മുസ്ലിമീങ്ങൾ ചേരുന്ന. ഈ പൊതുശത്രു ആരാണ് എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് റാഫിലിയാക്കളാണെന്ന്, ഷിയാക്കളാണ് എന്ന്. അങ്ങനെ എന്ത് ചെയ്യും? പൊതുശത്രു ഇപ്പോ നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂല, ഷിയാക്കളാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പൊതുശത്രുക്കൾ ഒരുപാടുണ്ട്. ISIS മുസ്ലിങ്ങളുടെയും പൊതുശത്രുവാണ്, യഹൂദികളുടെയും നസ്രാനികളുടെയും പൊതുശത്രുവാണ്. റാഫിലിയാക്കളും അതേപോലെയാണ്. മുസ്ലിങ്ങളുടെയും ശത്രുവാണ്, സുന്നികളുടെയും ശത്രുവാണ്, യഹൂദികളുടെയും നസ്രാനികളുടെയും ശത്രുവാണ്. അങ്ങനെ ആ പൊതുശത്രു നശിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പൂർണ്ണമായും ആ പൊതുശത്രു എന്ത് ചെയ്യും? നശിപ്പിക്കപ്പെടുന്ന. എന്നിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന യഹൂദികളും നസ്രാനികളും ഇസ്ലാമിനോട് വെച്ച കരാറുണ്ടാവും, മുസ്ലിമിങ്ങളോട് പാലിച്ച കരാറുണ്ടാവും. ആ കരാറ് ലംഘിക്കും. ആ കരാറ് ലംഘിക്കുമ്പോഴാണ് എന്ത് ചെയ്യാ? യുദ്ധം നടക്കുക. ആ യുദ്ധം നടപ്പിലാകുമ്പോഴാണ് ആരിറങ്ങി വരിക? മഹ്ദി ഇറങ്ങി വരിക എന്ന്. അപ്പൊ ആ യുദ്ധത്തെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. പക്ഷെ വിശദാംശങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ യുദ്ധത്തെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത് ആ യുദ്ധം ഉടനെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പിക്ചർ നമുക്ക് നൽകുന്നുണ്ട് എന്നാണ്. 4 വർഷം മുമ്പ് ഒരു പണ്ഡിതൻ, സലഫി പണ്ഡിതൻ, ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണോ അത് ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യും? നടക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പക്ഷെ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമളാനിന്റെ ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതരാകുവാനും ആത്മാർത്ഥമായി തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങുവാനും സ്വർഗം ലഭിക്കുന്ന അവന്റെ ഉന്നതന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.